വരെ ഉറച്ച് പ്രഘോഷിച്ച് പിതാവായ ദൈവത്തിന്റെ സവിധത്തിലേക്ക് തിരികെ പോയതിനെ അനുസ്മരിക്കുന്ന അനുസ്മരണ ദിനമാണ് ദുഗ്രാന, അദ്ദേഹത്തിന്റെ മരണപ്പെരുന്നാൾ. തോമാസ് ശ്ലീഹായെ പറ്റി സുവിശേഷത്തിൽ ഉടനീളം പരതിയാൽ നമുക്ക് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെയും എല്ലാം സുവിശേഷത്തിൽ പ്രകാരമാണ് വളരെ കുറച്ച് സ്ഥലങ്ങളിലേ കാണുന്നത്. ഒന്നാമത് നമുക്ക് ശിഷ്യന്മാരെ പരിചയപ്പെടുന്നു, അവരുടെ പേര് പരിചയപ്പെടുന്ന ഇടത്ത് തോമാസ് ശ്ലീഹായുടെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. തോമാസ് ശ്ലീഹായെ പറ്റി വളരെ പ്രകടമായി നമുക്ക് കാണപ്പെടുന്നത് യോഹന്നാൻ സുവിശേഷത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യത്തിലാണ് ആദ്യമായി ഈ തോമാസ് ശ്ലീഹായെ നമുക്ക് സുവിശേഷത്തിൽ കണ്ടുമുട്ടുവാൻ പറ്റുന്ന ഒന്നാമത്തെ രംഗം. ലാസറിനെ ഉയിർപ്പിക്കുവാനായി ഈശോയും ശിഷ്യരും ബഥാനിയായിലേക്ക് പോകുന്നു. താൻ യഹൂദരുടെ ഇടയിൽ കയ്യാളപ്പെട്ട് അവർ നിന്നെ മരണത്തിന് വിധിക്കും എന്ന് ശിഷ്യ സമൂഹം ഉറക്കെ ഈശോയോട് ആവർത്തിച്ച് പറഞ്ഞ് അവന്റെ യാത്ര പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ധീരതയോടെ തോമാസ് ശ്ലീഹ ശിഷ്യ സമൂഹത്തോട് പറയുകയാണ്, നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം. ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മരണമാസന്നമായി മരണശിക്ഷ ഉറപ്പാകാം എന്ന തലത്തിലുള്ള ഒരു ഗുരുവിന്റെ കൂടെയുള്ള യാത്ര ഒരിക്കലും മാനുഷിക ദൃഷ്ടിയിൽ ചിന്തിച്ചാൽ ഒരുവനും എടുക്കുകയില്ല. പക്ഷേ ഇവിടെ തോമാസ് ശ്ലീഹ പറയുകയാണ്, നമുക്കും അവനോടുകൂടെ പോയി മരിക്കാമെന്നുള്ളത്. ഈശോയോടൊപ്പം എന്തിനും ഏതിനും തോമാസ് ശ്ലീഹ നമ്മോട് വെക്കുന്നത് ഈ ധീരമായിട്ടുള്ള ഈ ധീരന്റെ വാക്ക്, ഈ ധീരന്റെ ക്രൈസ്തവ വിശ്വാസം പേറുന്ന നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇത് മാത്രമാണ്: കർത്താവിന് വേണ്ടി മരിക്കുവാൻ നീ തയ്യാറാണ്. കർത്താവിന് വേണ്ടി നീ മരിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ തന്നെ കർത്താവിന് വേണ്ടി ചെറിയ ത്യാഗങ്ങൾ എടുക്കുവാൻ നീ തയ്യാറാണോ എന്നുള്ള ചോദ്യം ഇന്ന് ഈ ശ്ലീഹ നമ്മോട് ചോദിക്കുന്നു. രണ്ടാമതായി നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ മാർത്തോമാ ശ്ലീഹായെ കണ്ടുമുട്ടുന്നത് 14-ാം അധ്യായം 5-ാം വാക്യത്തിലാണ്. ഈശോ തന്റെ വിടവാങ്ങൽ പ്രസംഗം നൽകുന്ന അവസരത്തിൽ ഞാൻ പിതാവിന്റെ സവിധത്തിലേക്ക് പോയി നിങ്ങൾക്കുള്ള വാസസ്ഥലം ഒരുക്കും എന്നുള്ള ആഹ്വാനം തന്റെ വിടവാങ്ങൽ പ്രസംഗം ഈശോ ശിഷ്യന്മാർക്ക് നൽകുമ്പോൾ തോമാസ് ശ്ലീഹ എടുത്ത വായിൽ പറയുകയാണ്, ഞങ്ങൾ എവിടേക്ക് പോകും? വഴി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ. നീ എവിടേക്ക് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾ എങ്ങനെ ആ വഴി അറിയും? ഈ ശ്ലീഹായുടെ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഈ മിശിഹായെ പറ്റിയുള്ള പഠനത്തിലെ ഏറ്റവും ആധികാരികവും. അതായത് ഈശോ എന്നുള്ളത് ഒരേ സമയം വ്യക്തിയും മനുഷ്യനുമാണ്, ദൈവവും മനുഷ്യനുമാണ് എന്ന് നമുക്കറിയാം. ഈ ക്രിസ്തു വിജ്ഞാനീയത്തിന്റെ, മിശിഹ വിജ്ഞാനീയത്തിന്റെ എങ്ങനെ ആ വഴി അറിയും? ഇവിടെ ഈശോ പറയുകയാണ്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഓരോ മിശിഹ അനുയായികൾക്കും മെഷയാനികൾക്കും ഈശോ നൽകുന്ന ഏറ്റവും വലുതാണ് വഴി ഞാനാണ്, സത്യം ഞാനാണ്, മാർഗം ഞാനാണ്, എല്ലാം ഞാനാണ് എന്നുള്ള വലിയ പ്രഘോഷണം നടത്തുന്നത് ഈ ശ്ലീഹായുടെ ഈ ഒരു ചോദ്യത്തിലൂടെയാണ്. ഇവിടെ ഈ ശ്ലീഹ നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ചോദ്യം ചോദിക്കൽ ഈ വിശ്വാസ ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചോദ്യം എപ്പോഴും നമ്മൾ തുടരെ എപ്പോഴും ചോദിക്കേണ്ട ഒന്നാണ്. കർത്താവിനെ ആത്മാർത്ഥമായി തേടുന്നവർക്ക് അവനെ അന്വേഷിക്കാതിരിക്കാനും ദൈവത്തെ പറ്റി ചോദിക്കുവാനും അന്വേഷിക്കാതിരിക്കുവാനും പറ്റില്ല. ഈ തോമാസ് ശ്ലീഹ ദൈവത്തെ അന്വേഷിക്കുവാനായി അവരോട് ചോദിച്ചതാണ്, ഞങ്ങൾ എങ്ങനെ അറിയും? അപ്പൊ ദൈവാന്വേഷണ വിശേഷത്തിൽ, യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ തോമാസ് ശ്ലീഹായെ കണ്ടുമുട്ടുന്നതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗവും. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ, അതായത് തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പൈതൃകം പേറുന്ന മാർത്തോമാ നസ്രാണികൾ എന്ന പേര് അറിയപ്പെടുന്ന നമ്മുടെ വിശ്വാസ പൈതൃകത്തിന്റെ അടിസ്ഥാനപരമായി നിലകൊള്ളുന്ന ആ വലിയ പ്രഘോഷണം അതാണ് മാർവാല, എന്റെ കർത്താവും എന്റെ ദൈവവും. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യം. ഓരോ മാർത്തോമാ നസ്രാണികളും ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്ത വലിയ പ്രഘോഷണം അതാണ് മാർവാല. എപ്പോഴും അനുനിമിഷം നമ്മൾ ഏറ്റുപറയേണ്ട വലിയ വിശ്വാസ പ്രഘോഷണം, എന്റെ കർത്താവും എന്റെ ദൈവവും, മാർവാല. ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ ഒരു സംശയിയായ ഒരു തോമാസ് ശ്ലീഹായാണ്. മറ്റു ശിഷ്യന്മാർക്ക് മുമ്പിൽ ഉദ്ധിതനായ മിശിഹ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്റെ അസാന്നിധ്യം തനിക്ക് വലിയ വിഷമം ഉണ്ടാക്കി.
പക്ഷെ ആ ഒരു പിടിവാശിയോടെ തമ്പുരാനെ കാണണം, ഉദ്ധിതനെ കാണണം എന്നുള്ള വലിയ വാശിയോടുകൂടെ മറ്റുള്ളവർ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല, അവനെ കാണാതെ അവന്റെ വിലാവിൽ തൊടാതെ ഒന്നും ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ് സംശയത്തിന്റെ നിഴൽ വീഴ്ത്തുന്ന ഒരു തോമാസ് ശ്ലീഹായാണ് യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുപിട്ടുന്നത്. പക്ഷേ ഈ ധീരനായ പിതാവിന്റെ മാതൃക, അദ്ദേഹം കൈമാറി തന്ന ആ പൈതൃക സ്വത്ത് ഒരിക്കലും അന്യം നിന്ന് പോകുവാൻ ഇടവരരുത് എന്നുള്ള തീരുമാനമെടുക്കുവാൻ ഇടവരാം. തോമാസ് ശ്ലീഹായുടെ പൈതൃകം പേരുന്ന നമുക്ക് അനിവാര്യമായിട്ട്, അതായത് തോമാസ് ശ്ലീഹ കാണിച്ചു തന്ന ആദ്യത്തെ ആ ഒരു ഇത്, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ള ഈശോയുടെ ആ ചോദ്യം ചോദിക്കുവാനുള്ള പ്രേരണ, സംശയമുണ്ടാകുവാനായിട്ടുള്ള പ്രേരണ ആദ്യം, ഒപ്പം തന്നെ ധീരമായിട്ട് അവനോടുകൂടെ പോയി മരിക്കാമെന്നുള്ള ആഹ്വാനം പറയത്തക്ക വിധത്തിലുള്ള ധീരത, ഇവയെല്ലാം സ്വീകരിക്കുവാനായിട്ട് ഈ തിരുനാൾ ആചരണത്തിൽ നമുക്ക് സാധിക്കട്ടെ. ഇത്തരത്തിൽ നമുക്കെല്ലാം ഈ ഒരു ശ്ലീഹായുടെ മാതൃക സ്വീകരിക്കണമെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഉണ്ടാവേണ്ടത്, ഞാൻ ഈ ഒരു പൈതൃകം പേറുന്ന വ്യക്തിയാണ് എന്നുള്ള ഒരു ആത്മബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ആത്മബോധം ഉണ്ടാകണമെങ്കിൽ ഈ ഒരു ചരിത്ര പശ്ചാത്തലം, ഈ മാർത്തോമാ നസ്രാണികൾ, ഈ തോമാസ് ശ്ലീഹായിലൂടെ കൈമാറപ്പെട്ട പൈതൃകം പേരുന്ന നമ്മുടെ പൂർവികർ നമുക്കായി നൽകപ്പെട്ട ആ പൈതൃകം എത്രമാത്രം എനിക്ക് അഭംഗരം പാലിക്കണമെങ്കിൽ, അതിന്റെ തീവ്രത ഞാൻ മനസ്സിലാക്കണമെങ്കിൽ, അതിന്റെ അനന്യത ഞാൻ സ്വന്തമാക്കണമെങ്കിൽ ഈ മാർത്തോമാ പൈതൃകം, ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഈ തിരുനാൾ ദിനത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. മാർത്തോമാ നസ്രാണി ചരിത്രം ഞാൻ ചെറുതും വലുതുമായ രീതിയിൽ ആഴമായിട്ട് പഠിക്കും എന്നുള്ളൊരു തീരുമാനമെടുക്കുവാൻ നമുക്ക് ഇടവരട്ടെ. ഈ മാർത്തോമാ നസ്രാണി ചരിത്രം പഠിക്കുമ്പോഴാണ് ഈ പിതാവിന്റെ സ്വത്ത് ഞാൻ മൂലം അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടോ, നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ടോ എങ്കിൽ അത് തിരികെ പിടിക്കുവാൻ നമുക്ക് പ്രേരണ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവയെ തിരികെ പിടിക്കണം. പൈതൃക സ്വത്ത് ഏറ്റവും വലിയ സമ്പത്താണ്. ആ സ്വത്തിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ കാലാന്തരത്തിൽ വൈദേശികമായിട്ടുള്ള ഇടപെടലുകളും നമ്മുടെ എല്ലാ രാഷ്ട്രീയപരമായിട്ടുള്ള പശ്ചാത്തലത്തിലും എല്ലാം ഈ അന്യാധീനപ്പെട്ടു പോയ നമ്മുടെ ഈ പൈതൃകം നമുക്ക് തിരികെ പിടിക്കണം. ഈ തിരികെ പിടിക്കപ്പെട്ട പൈതൃകത്തിലൂടെ മാത്രമേ ഈ നസ്രാണി ജീവിതത്തിൽ നമുക്ക് നയിക്കും. നസ്രാണിയായി തോമാസ് ശ്ലീഹായുടെ പൈതൃകം പേരുന്ന മാർത്തോമാ നസ്രാണിയുടെ മക്കൾ എന്ന നിലയിൽ അവനെ പ്രഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ കേവലം നാമമാത്രമായിട്ടുള്ള നസ്രാണികളായിട്ട് നാം ചുരുങ്ങിപ്പോകുവാൻ ഇടവരും. നമുക്ക് ഈ ഒരു തിരുനാൾ ദിനത്തിൽ ഈ സഭയുടെ ചരിത്രം ആത്മാർത്ഥമായി പഠിക്കാം. ഈ സഭയുടെ ചരിത്രത്തിൽ അന്യാധീനപ്പെട്ടു പോയിട്ടുള്ള സ്വത്തുക്കളെ തിരികെ പിടിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. അത് നമ്മുടെ ആരാധനാ ഭാഷയാവാം, സുറിയാനി പൈതൃകമാകാം, നമ്മുടെ നാട്ടുപരമായിട്ടുള്ള നമ്മുടെ കാരണവന്മാർ കൈമാറ്റപ്പെട്ട നല്ല നല്ലതും ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ നാട്ടാചാരങ്ങളാകാം. നമ്മൾ ഈ സഭ ഈ ഒരു നഷ്ടപ്പെട്ടു പോയ പൈതൃകം തിരിച്ചു പിടിക്കുവാനായിട്ടുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിനായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പരിശ്രമത്തിൽ നമുക്ക് അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് പങ്കാളികളാകാം. വിമർശന ബുദ്ധിയോടെ സമീപിക്കാതെ നമ്മുടെ പിതാവിന്റെ പൈതൃകം അടുത്ത തലമുറയിലേക്ക് കൈമാറുവാനായിട്ടുള്ള ഉത്തരവാദിത്വം സ്വീകരിച്ചുകൊണ്ട് ഈ തിരുനാൾ സമുചിതമായി നമുക്ക് ആഘോഷിക്കാം. കേവലം ഈ സംസ്കാരത്തിലൂടെയും ആഘോഷ പരിപാടികളിലൂടെയും അവസാനിപ്പിക്കാതെ ഞാൻ ആവർത്തിച്ചു പറഞ്ഞ ഈ ചരിത്ര പഠനം നമുക്ക് സ്വീകരിക്കാം. ഒപ്പം തന്നെ ചെറുതും വലുതുമായിട്ടുള്ള നമ്മുടെ നസ്രാണി ആചാര അനുഷ്ഠാനങ്ങളും നമ്മുടെ ആരാധനാ ഭാഷയായ സുറിയാനി ഭാഷയിലുള്ള പരിജ്ഞാനവും ഒക്കെ സ്വീകരിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള തീരുമാനമെടുക്കുവാൻ ഈ തിരുനാൾ ആചരണം നമ്മെ പ്രേരിപ്പിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഈ തിരുനാൾ ആശംസകൾ ഒരുമിച്ച്, തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഞങ്ങൾ ഒരുമിച്ച് സ്നേഹത്തോടെ, സന്നിഹിതരായ വൈദികർ എല്ലാവരും സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ ശ്ലീഹായുടെ തിരുനാൾ ആചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ വിശ്വാസ പൈതൃകം എപ്പോഴും നമുക്ക് പേറാം.